Okay. Good morning, everybody. Okay. Okay. Hope നിങ്ങൾ ഇന്നലെ ലാസ്റ്റ് സെഷൻ നാം ഗോൾ സെറ്റിംഗ് ആയിരുന്നു. അപ്പം അത് നിങ്ങൾ ഗോൾ സെറ്റിങ്ങിനെ പറ്റി കുറച്ചും കൂടെ ആലോചിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ഈ 3 ദിവസം ഗ്യാപ്പ് തരുന്നത് നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കാനും ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാ സെഷൻസിന്റെ ഇടയ്ക്ക്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിനായിട്ടൊരു നോട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതില്. സോ മേക്ക് ഷുവർ യു റൈറ്റ് ഡൗൺ യുവർ തിങ്സ് ദാറ്റ് ഹാസ് ബീൻ ഇമ്പോർട്ടന്റ് ഫോർ യു. നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ വളരെയധികം ഉപയോഗപ്പെടും. ഓക്കെ, സോ ദീസ് ക്ലാസ്സസ് ആർ വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എല്ലാ കാര്യവും അനില മ്യൂട്ട് ചെയ്യാമോ? അനില സുനിൽ അനിൽ, താങ്ക് യു. ഓക്കെ, സോ പറഞ്ഞുകൊണ്ടിരുന്ന ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പുതുമയോടെ ഒരു ഫ്രഷ് ആയിട്ട് തുടങ്ങേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഈ സമയം നമ്മൾ ഉപയോഗിക്കണം. അപ്പം ഈ സമയം നിങ്ങളുടെ രീതി, അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഒക്കെ തരുന്നത്. അതായത് നമുക്കൊരു പുതിയൊരു മെന്റാലിറ്റി കൂടെ, പുതിയൊരു കാഴ്ചപ്പാടിൽ കൂടെ എല്ലാം നമുക്ക് തുടങ്ങാൻ പറ്റണം. ഈ സമയം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, so I'll start presenting. I think 76 ആൾക്കാരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്, which is good. Okay, hope everyone can hear me. എല്ലാവർക്കും സ്ക്രീൻ കണ്ടു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. Okay, today's session is named Road to the Top. Okay, ഞങ്ങളെല്ലാവരും കോച്ചസ് മനസ്സിലാക്കിയിട്ട് ആണ് ഈ ഇരുന്ന് ചിന്തിച്ചാണ് ഈ സെഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഈ ഗോൾ സെറ്റിംഗിന്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം, റോഡ് ടു ദ ടോപ്പ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഇത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത്, ദ പർപ്പസ്. ഓക്കെ, വൈ വി ആർ പ്ലേയിങ് ദ ഗെയിം. പിന്നെ എന്താണ് ക്രിക്കറ്റിൽ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, വാട്ട് ഈസ് സക്സസ് മീനിങ് ഫോർ യു? നിങ്ങൾക്ക് എന്താണ് സക്സസ് എന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾക്ക്? ഓക്കെ, പിന്നെ ആ സക്സസിലേക്ക് എത്താൻ എന്താണ് ഒരു വഴി, എന്താണ്? അതാണ് ഈ റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മേളിലേക്ക് പോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട വഴി ഏതാണ്? ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇതിനായിട്ട് നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ട ആവശ്യമാണ്. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്, ആ ഒരു ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ തുടങ്ങുമ്പോൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഇൻപുട്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ അതിനാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഈ സെഷന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് വൺ, ടു ഐഡന്റിഫൈ ദ പർപ്പസ് ഓഫ് പ്ലേയിങ് ദ ഗെയിം. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത്, അതിന്റെ ഒരു പർപ്പസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമില്ലാത്തൊരു ഓട്ടമായിരിക്കും. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാതെ ഒരു
ഓട്ടത്തിലായിരിക്കും നമ്മൾ. പക്ഷെ എങ്ങോട്ടാ പോണ്ടേന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ ഓട്ടത്തിന് ഒരു പർപ്പസ് ഉണ്ടാവും. ആ ഓടുന്നത് എങ്ങനെയാണ് നമുക്ക് ആ ഓട്ടത്തിന്റെ സ്പീഡും ഓട്ടത്തിന്റെ ഡ്യൂറേഷനും എല്ലാം നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. സോ ദാറ്റ് ആ ലക്ഷ്യം എന്ന് പറയുന്ന കാര്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ജേർണി ബിക്കംസ് ഈസിയർ, നമ്മുടെ യാത്ര ഈസി ആവും. ഓക്കെ, ഈ സെഷൻ അതിനുവേണ്ടി ഉപകരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇറ്റ് ടേക്സ് ടു ഗെറ്റ് ദർ. ഓക്കെ, ആ ലക്ഷ്യം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വിലയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് ഇപ്പം. സോ ദ കോസ്റ്റ് ദാറ്റ് ഹാസ് ടു ബി പെയ്ഡ്. പിന്നെ ചാലഞ്ചസ്, എന്തൊക്കെ ചാലഞ്ചസ് വഴിയിൽ ഉണ്ടാവും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചസും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചാലഞ്ചസും എന്തൊക്കെ വഴിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അവസാനം ടു അണ്ടർസ്റ്റാൻഡ്, അതായത് നമ്മൾ ഈ ഓട്ടം ഒറ്റയ്ക്കല്ല ഓടേണ്ടത്. ഒറ്റയ്ക്ക് ഓടി തീർക്കാൻ പറ്റത്തില്ല ഈ ഓട്ടം. നമ്മള് ഒരുമിച്ചാണ് ഓടേണ്ടത്, ഒരു കൂട്ടമായിട്ടാണ് ഓടേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ ഓട്ടം ഓടി തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും, നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാനിത് തുടങ്ങുന്നത് ഒരു അസൈൻമെന്റിലൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസൈൻമെന്റിനെ തരികയാണ്, കോച്ചസിനും പ്ലെയേഴ്സിനും. ഓക്കെ, ഇത് നിങ്ങൾ ഈ സമയത്ത് ഈ ലോക്ക്ഡൗൺ സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ധാരണ നമ്മൾ എത്തേണ്ട ആവശ്യമാണ്. നേരത്തെ ഒരു അസൈൻമെന്റ് തന്നിരുന്നു, അത് ഗോൾ സെറ്റിംഗിന്റെ ആണ്. ഇത് ഇനി അടുത്തൊരു അസൈൻമെന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് 2 പോയിന്റ്സ് എഴുതണം. അതായത് വാട്ട് ഡസ് സക്സസ് മീൻ ടു യു ഇൻ ക്രിക്കറ്റ്. നിങ്ങളുടെ ക്രിക്കറ്റിംഗ് ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഒരു 2 പോയിന്റ് എഴുതണം. ഓക്കെ, അത് നിങ്ങൾ സ്വയമായിട്ടാണ് എഴുതേണ്ടത്. ആരുടെ ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വയമായിട്ട് വാട്ട് ഇസ് പേഴ്സണലി സക്സസ് മീൻസ് ടു യു ഇൻ ക്രിക്കറ്റ്. ലൈഫിലല്ല, ക്രിക്കറ്റിൽ. ഓക്കെ, പിന്നെ കോച്ചസ് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അക്കാഡമിയിലുള്ള കുട്ടികളെ ഗ്രൂപ്പ്സ് ആക്കുക. ഗ്രൂപ്പ്സ് ഓഫ് 3 or 4. ഓക്കെ, ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നിങ്ങൾ ആ ഓരോ ഗ്രൂപ്പിലും നിങ്ങളുടെ പോയിന്റ്സ് ഷെയർ ചെയ്യണം. ഓരോ ഗ്രൂപ്പിലും ഇപ്പൊ 3 പേരാണെങ്കിൽ ആ 3 പേരുടെ കൂടെയും നിങ്ങളുടെ പോയിന്റ്സ് ഷെയർ ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പം 3 പേര് ഷെയർ ചെയ്യുമ്പോൾ 6 പോയിന്റ് ഉണ്ടാവും അല്ലെ? 3 into 2 6 പോയിന്റ്സ് ഉണ്ടാവും. ആ 6 അല്ലെങ്കിൽ 8 പോയിന്റ്സ്, 4 പേരാണെങ്കിൽ 8 പോയിന്റ്സ്. 8 പോയിന്റ്സിൽ നിന്ന് 3 പോയിന്റ് സെലക്ട് ചെയ്യുക. ആ ഓരോ ഗ്രൂപ്പും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്ന 3 പോയിന്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് എഴുതിയിട്ട് നിങ്ങൾ ഡിസ്കാർഡ് ചെയ്ത പോയിന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഡിസ്കാർഡ് ചെയ്ത പോയിന്റ്സും എഴുതി വെക്കണം. ഓക്കെ, സോ എല്ലാ പോയിന്റ്സും അവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത 3 പോയിന്റ് മാത്രം മേളില്, ഡിസ്കാർഡഡ് പോയിന്റ്സ് താഴെയും എഴുതി വെക്കണം ആസ് എ ഗ്രൂപ്പ്. എല്ലാ ഗ്രൂപ്പും ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കോച്ചസും എല്ലാ ഗ്രൂപ്പ്സും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ, മേ ബി ഗൂഗിൾ മീറ്റ് പോലെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യണം, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഗ്രൂപ്പിലെ ഒരു ലീഡർ, ആരെങ്കിലും ഒരു ലീഡർ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 3 പോയിന്റ് നിങ്ങൾ തിരഞ്ഞെടുത്തത്, എന്തുകൊണ്ടാണ് ബാക്കി പോയിന്റ്സ് ഡിസ്കാർഡ് ചെയ്തതെന്നുള്ള റീസണും നിങ്ങൾ പറയണം. ആസ് എ ഗ്രൂപ്പ് ലീഡർ ആരാണ് സെലക്ട് ചെയ്യണ, ആ ഗ്രൂപ്പ് ലീഡർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്, എന്തുകൊണ്ടാണ് ഡിസ്കാർഡ് ചെയ്തതെന്നുള്ള ആ ഒരു ഫുൾ ടീം മീറ്റിംഗിൽ. ഓക്കെ, അറ്റ് ദ എൻഡ് നിങ്ങൾ എല്ലാവരും ഒരു കൺക്ലൂഷനിലേക്ക് വരണം. വാട്ട് ഈസ് സക്സസ് ഫോർ യു ആൻഡ് നിങ്ങൾ എന്തിനാണ് ക്രിക്കറ്റ് കളിക്കുന്നത് എന്നുള്ള ഒരു പർപ്പസിലേക്ക് അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണം.
Okay, that is the whole idea about this exercise. To come to a conclusion what success is for you in cricket and what is the purpose of playing cricket. Successum purposeum different ആവാൻ പറ്റും കേട്ടാ, രണ്ടും ഒരെണ്ണം ആവണമെന്നില്ല എല്ലാവർക്കും. It can be different. So I hope നിങ്ങൾ ഇത് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വരണം. വന്നില്ലെങ്കിൽ നമ്മൾ ഇത്ര എഫേർട്ടും ടൈമും സ്പെൻഡ് ചെയ്യുന്നത് അത് അതിന് ഫലമുണ്ടാവൂല. ഓക്കെ, ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പർപ്പസ് അല്ലെങ്കിൽ എന്താണ് സക്സസ് നിങ്ങൾക്ക് എന്നുള്ളത് അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ അസൈൻമെന്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ടുഡേ. സോ യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ 2 പേഴ്സണൽ പോയിന്റ്സ് വാട്ട് സക്സസ് മീൻസ് ടു യു. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് ഉണ്ടാവും. ഡൗട്ട്സ് നിങ്ങളുടെ കോച്ചിനോട് അറിയിക്കുക, നിങ്ങളുടെ അക്കാഡമിക് കോച്ചസിനോട് അറിയിക്കുക. കോച്ചസ് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി any ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് അസൈൻമെന്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, ഒരു മൈൽ സ്റ്റോൺ പ്ലാനിങ്. നിങ്ങളുടെ ക്രിക്കറ്റിംഗ് കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഘട്ടത്തിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ ഓരോ ടീമിലേക്കുള്ള പ്രവേശനം. ഇപ്പൊ സ്റ്റേറ്റ് ടീം അതൊരു മൈൽ സ്റ്റോൺ ആണ്. നാഷണൽ ടീം, നാഷണൽ സോൺ, അതായത് സോണൽ നാഷണൽ സോൺ, സ്റ്റേറ്റ് സോൺ അല്ല നാഷണൽ സോൺ, അതൊരു മൈൽ സ്റ്റോൺ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാലാമത്തെ IPL അല്ലെങ്കിൽ ഗേൾസിന് ചലഞ്ചർ ട്രോഫി, ഇന്ത്യ എ ബോർഡ് പ്രസിഡന്റ്സ് 11 കളിക്കുന്നത്, അതൊരു മൈൽ സ്റ്റോൺ ആണ്. ഓക്കെ, അവസാനം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് അതൊരു മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ ഇതൊക്കെയാണ് മൈൽ സ്റ്റോൺ. ഞാൻ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് സോൺ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, KCAയുടെ ഉദ്ദേശം, ഈ അക്കാഡമീസ് റൺ ചെയ്യുന്ന ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള ക്രിക്കറ്റിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കാഡമീസ് റൺ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും കേരള ക്രിക്കറ്റിന് വേണ്ടി മാച്ച് വിന്നേഴ്സ് ആവണം. നിങ്ങൾ മാച്ചുകൾ ജയിപ്പിക്കാൻ പറ്റണം കേരള ക്രിക്കറ്റിൽ. അതിനു വേണ്ടിയിട്ടാണ് അക്കാഡമി റൺ ചെയ്യുന്നത്. അതാണ് നമ്മുടെ പർപ്പസ് ഓഫ് ദ അക്കാഡമീസ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങിയേക്കുന്നത്. ഓക്കെ, കോളേജ് ലെവലോ ഡിസ്ട്രിക്ട് ലെവലോ സോൺ ലെവലോ ഒന്നും ആഡ് ചെയ്യാതെ അത് നമുക്ക് ഇവിടെ പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങളുടെ പർപ്പസ് അതൊരു സോൺ ലെവലിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലോ അവസാനിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ മൈൽ സ്റ്റോൺ ആയിട്ട് അത് ആഡ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൈൽ സ്റ്റോൺ എഴുതുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റും കൂടെ അവിടെ എഴുതിയാൽ നല്ലതായിരിക്കും. ഒരു ഉദ്ദേശം, ഒരു ഡേറ്റ്, എപ്പോഴാണ് ഞാൻ ഈ ഒരു മൈൽ സ്റ്റോൺ കടക്കാൻ പോകുന്നത് എന്നുള്ളൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം, ഒരു ഡേറ്റ് നിങ്ങളുടെ ഡയറീസിൽ നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഗോൾ സെറ്റിങ്ങിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് തരും, നിങ്ങൾക്കൊരു പർപ്പസ് തരും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാവും. ഈ ഡേറ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ലെവല് കളിക്കാനായിട്ട്. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന് അനുസരിച്ചാണോ എന്റെ പ്ലാനിങ് പോകുന്നത്. അപ്പൊ ഇതൊരു ലക്ഷ്യം പോലെയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ച് ചെയ്താൽ അത് അങ്ങനെ സംഭവിക്കും. ഓക്കെ, നമുക്കൊരു ഉദ്ദേശം വേണം, അല്ലെങ്കിൽ നമ്മൾ ഇത്ര എഫേർട്ടും ടൈമും കൊടുക്കുന്നതിൽ പ്രയോജനമില്ല. ഓക്കെ, സോ ഇതും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. മൈൽ സ്റ്റോൺസ്, when to reach our milestones. ഓക്കെ, ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ചസിന്റെ അടുത്തും എന്റെ അടുത്തും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ 2 അസൈൻമെന്റ്സ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, നൗ വിൽ ഗോ. ഈ സ്ലൈഡ്സിൽ നമ്മൾ എന്തൊക്കെയാണ് അഡ്രസ് ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്ന 3 മെയിൻ വിഷയങ്ങളാണ്. ഓക്കെ, ഒന്ന് പ്രോസസ്. ഈ വാക്ക് നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു വാക്കാണ് പ്രോസസ് എന്നുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ പ്രോസസ്സാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലെ. ദെൻ ഇൻപുട്സ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിലൂടെ നമ്മുടെ
അകത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അകത്ത് കയറുന്നത്, ഇൻപുട്സ്. ഈ ഇൻപുട്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിസൾട്ട്സ് ഉണ്ടാവില്ല. നമ്മൾ എന്ത് അകത്ത് കൊടുക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ടാണ് പുറത്തോട്ട് വരുന്നത്, അല്ലെ? അപ്പം ഈ ഇൻപുട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ എന്ത് അകത്ത് കൊടുക്കുന്നു, എന്തൊക്കെ നമ്മുടെ അകത്തേക്ക്, നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട്, അതിന്റെ ക്വാളിറ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഈ ഇൻപുട്സിന്റെ. ഓക്കെ, അപ്പം ഈ ഇൻപുട്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആസ് എ ക്രിക്കറ്റർ. നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെയാണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആ കറക്റ്റ് ആയിട്ട് റിസൾട്ട്സ് ഉണ്ടാവും. അല്ലാതെ ഒരു ബാലൻസ്ഡ് അല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേറെ റിസൾട്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ കരിയറിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളല്ല നമ്മുടെ കരിയറിൽ അകത്തേക്ക് ഇൻപുട്സ് പോകുന്നെങ്കിൽ നമ്മുടെ കരിയറിന്റെ ഔട്ട്പുട്ട് നല്ലതാവൂല. ഓക്കെ, പിന്നെ ഉള്ളത് കീ ഇൻഗ്രീഡിയൻസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കീ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് അതിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഈ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും പ്രയോജനം ഇല്ലാതെ ആവും. ഓക്കെ, നമ്മളൊരു കറി അല്ലെങ്കിൽ ഒരു കൂട്ടുണ്ടാക്കുന്ന പോലെയാണ്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പും മുളകും എല്ലാം ഇട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് റിസൾട്ട് ഇല്ലാതെ ആവുകയാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അളവിനും ആവശ്യത്തിനും എല്ലാ കാര്യങ്ങളും ചേരേണ്ടത് വളരെ ആവശ്യമാണ്, അല്ലെ? നിങ്ങൾ ഈ സമയത്ത് വീട്ടിലൊക്കെ ഒന്ന് കുക്കിംഗ് പഠിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ സമയം വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഹോബീസ് ഒക്കെ നിങ്ങൾ ഈ സമയത്ത് ചെയ്യണം. കുക്കിംഗ് അതിൽ ഒന്നാണ്. അപ്പൊ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും, ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ പ്രോസസ്സിലേക്ക് കടക്കാം. വാട്ട് ഈസ് പ്രോസസ്? ഓക്കെ, അതിലൊരു വലിയൊരു ടെന്നീസ് പ്ലെയർ ഉണ്ടായിരുന്നു, എനിക്ക് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ലേറ്റ് ആണ്, മരിച്ചു പോയതാണ്. ആർത്തർ ആഷ്, അമേരിക്കയിലെ ഒരു ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം തന്നെ ഉണ്ട് അവിടെ. അദ്ദേഹം എഴുതിയ ഇതാണ്: സക്സസ് ഇസ് എ ജേർണി. ഓക്കെ, സക്സസ് ഒരു യാത്രയാണ്. അതൊരു ലക്ഷ്യമല്ല സക്സസ്, അതൊരു ജേർണിയാണ്. ഓക്കെ, ദ ഡൂയിങ് എന്ന് പറയുന്നത് പ്രോസസ്സിനെയാണ് ഡൂയിങ് എന്ന് പറയുന്നത്. ദ ഡൂയിങ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ഔട്ട്കം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഔട്ട്കമ്മിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ്. ഔട്ട്കം വരും, ഔട്ട്കം നടന്നോളും. ഔട്ട്കം ഒരു റിസൾട്ടാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ പ്രോസസ്സിൽ അനുസരിച്ചിരിക്കും ഔട്ട്കം എന്താണെന്നുള്ളത്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് കാര്യം. അതുകൊണ്ട് പ്രോസസ്സസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ പ്രോസസ്സിൽ ഫസ്റ്റ് കാര്യം ഇതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് തീർത്ത കാര്യം, ടു സെറ്റ് ഗോൾസ്. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ യാത്ര ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. നമുക്ക് ലക്ഷ്യമില്ലാതെ വഴി തെറ്റിപ്പോവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ടാണ് ഗോൾസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് അതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്തത്. ടു സെറ്റ് ഗോൾസ്, വേർ വി ആർ ഹെഡിങ് ടു, വാട്ട് ഇസ് അവർ ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഗോൾസ് നിങ്ങൾ പഠിച്ചതാണ്. ടു ബി സ്പെസിഫിക്, അതൊരു സ്പെസിഫിക് ആയിരിക്കണം. ഒരു സ്ഥലത്തേക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. ഒരു ടാർഗറ്റ് ഉണ്ടാവണം, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ആ ഗോൾ എന്താണെന്നുള്ളൊരു ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവണം, മെഷർ ചെയ്യാൻ പറ്റണം, ഒരു നമ്പർ അതിന് കൊടുക്കാൻ പറ്റണം. ഓക്കെ, പിന്നെ അച്ചീവബിൾ ആയിരിക്കണം. ഹലോ, ആരെങ്കിലും മ്യൂട്ട് മാറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ലെങ്കിൽ ആ മ്യൂട്ട് ആക്കണേ പ്ലീസ്. താങ്ക് യു. ഓക്കെ, പിന്നെ അച്ചീവബിൾ ആയിരിക്കണം. നമ്മുടെ
ഒരു റിയലിസ്റ്റിക്കും അച്ചീവബിൾ ആയ ഒരു ഗോൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റാത്ത ആയിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗോൾ സെറ്റിംഗിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോച്ചസിന്റെ അടുത്തും ഞങ്ങളുടെ അടുത്തും വന്ന് ക്ലിയർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മോട്ടിവേഷൻ എന്താണ്? എവറി ഡേ, എല്ലാ ദിവസവും നമ്മുടെ എന്താണ് നമ്മുടെ പ്രചോദനം എന്താണ്? ആ ഗോള് തന്നെയാണ് നമ്മുടെ പ്രചോദനം. അവിടെ എത്തുക, എങ്ങനെയെങ്കിലും അവിടെ എത്തുക. ഓക്കെ, സോ എവറി ഡേ നമ്മൾ ആ റൂട്ടീൻസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമാണ്. ആ പ്രോസസ്സ് നമ്മൾ എന്നും അത് മടിയില്ലാതെ മടുപ്പില്ലാതെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, എവറി ഡേ. സോ അറൈവ് ഏർലി, പ്രാക്ടീസ് സെഷൻസിന് കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കണം. ഓക്കെ, നേരത്തെ വരണം. ലീവ് ലേറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അന്ന് ദിവസമെല്ലാം ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ അവിടുന്ന് വിട്ടുപോകാൻ പാടുള്ളൂ അന്നത്തെ ദിവസം. ആ കമ്മിറ്റ്മെന്റ് ലെവൽസ് അങ്ങനെ ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ കോമ്പറ്റിറ്ററിനെ കാട്ടിൽ ഒരു മടങ്ങ് അധികം ചെയ്താലേ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എത്ര നേരത്തെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലീവ് ലേറ്റില് കേട്ടാ, നിങ്ങളുടെ കോമ്പറ്റീഷൻ ആരാണ്, അവരെക്കാട്ടിൽ നിങ്ങൾ അധികം ട്രെയിനിങ് ചെയ്യണം. ഓക്കെ, ദെൻ ചലഞ്ച്, നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യുക. ബാക്കിയുള്ളവരെ ചലഞ്ച് ചെയ്യുന്നതിനെക്കാട്ടിൽ നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യുക. ഞാൻ എൻഡ്യൂറൻസ് ചെയ്യുമ്പം എനിക്ക് ഒരു റൗണ്ട് എക്സ്ട്രാ ഓടാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ സ്പീഡ് ചെയ്യുമ്പം എന്റെ ഒരു സെക്കൻഡ് കുറഞ്ഞിരിക്കും ഇന്നത്തെ സ്പീഡ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ബോൾ ചെയ്യുമ്പം ഞാൻ ഒരു ഫീൽഡിനനുസരിച്ച് ഇന്ന് ബോൾ ചെയ്യും, അല്ലെങ്കിൽ ആ ബാറ്റ്സ്മാനെ ഞാൻ ഔട്ടാക്കാൻ ശ്രമിക്കും. അതാണ് ചലഞ്ച്. ഓക്കെ, ബാറ്റ് ചെയ്യുമ്പോ ഞാൻ ഔട്ടാവാതെ കളിക്കും, അല്ലെങ്കിൽ ഇന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഡ്രൈവ്സ് കറക്റ്റ് ആയിട്ട് അടിക്കും. അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം വെച്ച് പോവുകയാണെങ്കിൽ അത് നിങ്ങൾ ചലഞ്ച് ചെയ്യുക, നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യുകയാണ്. എവറി ഡേ അങ്ങനെ ഒരു ചലഞ്ച് വേണം നിങ്ങൾക്ക്. ആ ചലഞ്ചിലാണ് നമ്മൾ വളരുന്നത്. ഓക്കെ, ആൻഡ് ടേക്ക് ഓൺ ദ ചലഞ്ചസ്, ടേക്ക് ഓൺ, ബ്രിങ് ഇറ്റ് ടു മീ. ആ ആറ്റിറ്റ്യൂഡ് വേണം, ആ ഫൈറ്റിംഗ് മെന്റാലിറ്റി. ഒരു യുദ്ധത്തിന് പോകുന്ന ഒരാളുടെ മെന്റാലിറ്റി വേണം. എല്ലാ ദിവസവും അതുണ്ടെങ്കിലേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. യു ഹാവ് ടു ബി സ്ട്രോങ് ഇൻ ദ മൈൻഡ്. ഓക്കെ, മൈൻഡ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഈ സ്റ്റേജില്. നമ്മുടെ ഏറ്റവും അധികം നമ്മുടെ ബാറ്റിൽ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നത് സ്വയമേ നമ്മളോട് തന്നെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ഓക്കെ, വേറെ നമ്മുടെ എനിമി, ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമി നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതിനെക്കാട്ടിൽ നമ്മുടെ അകത്തോട്ട് നോക്കിയാല് നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമി ആരാന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മൈൻഡ് തന്നെയാണ് ദ ബിഗ്ഗസ്റ്റ് ബാറ്റിൽ ഫീൽഡ്. ആ ഒരു എനിമിനെ നമുക്ക് കീഴടക്കാൻ പറ്റുമെങ്കിൽ, നമ്മുടെ മൈൻഡിനെ നമുക്ക് കീഴടക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വിജയം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഓക്കെ, നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട്സും നെഗറ്റീവ് തോട്ട്സും ഓക്കെ എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വിരോധമായി നിൽക്കുന്ന എല്ലാ ചിന്തകളും അത് മുറിച്ചു മാറ്റേണ്ടത് വളരെ ആവശ്യമാണ് അവിടെ എത്തണമെങ്കിൽ. ഓക്കെ, അത് നമ്മുടെ അകത്തുനിന്ന് വരും, പുറത്തുനിന്ന് പല ആൾക്കാരുടെ നിന്നും നെഗറ്റീവ് ഫീലിങ്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കരുത്. ഓക്കെ, അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. സോ ടേക്ക് ടൈം ടു തിങ്ക്, ടേക്ക് ടൈം. മൈൻഡ് വരുമ്പം അതിൽ വേറെ ഒരു വിഷയം വ്യക്തതയാണ്. നമ്മുടെ മൈൻഡിൽ വ്യക്തത ഉണ്ടാവണം, ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള വ്യക്തത വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പർപ്പസ് എന്താണ്, സക്സസ് എന്താണ്, ഗോൾസ് സെറ്റ് ചെയ്ത് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാവും, വ്യക്തത ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ടാണ് പോണത്, ലക്ഷ്യം ഇതാണ്. ഓക്കെ, നമ്മളപ്പം കൺഫ്യൂസ്ഡ് ആവൂല. ആ കൺഫ്യൂഷൻസ്, ഡൗട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവത്തില്ല. അത് ഉണ്ടാവരുത്. അതുണ്ടായാൽ
നമ്മള് ഈ യുദ്ധം തോൽക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് യുദ്ധം തന്നെയാണ്, ഒരു യുദ്ധം തന്നെയാണിത്. ഓക്കെ, നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു യുദ്ധത്തിന് തന്നെയാണ്. എന്നും അത് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ആവശ്യമാണ് ഇന്നത്തെ സ്പെഷ്യലി ക്രിക്കറ്റിംഗ് ലോകത്ത്. അത് നമ്മള് ഫൈറ്റ് ചെയ്ത് തന്നെ നിന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ സ്ഥാനം എടുത്തുകൊണ്ട് പോകും. ഓക്കെ, പീപ്പിൾ ആർ വെയിറ്റിംഗ് ടു ഗെറ്റ് an opportunity. So whenever an opportunity comes, we should grab it with both hands. Time never waits. ടൈം ഒരിക്കലും നമുക്ക് വേണ്ടി നിൽക്കത്തില്ല. അപ്പൊ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ നമ്മൾ അത് രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കേണ്ട ആവശ്യമാണ്. അതിന് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ നമ്മുടെ മൈൻഡാണ്. പക്ഷെ നമ്മുടെ മൈൻഡ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ എതിരാളിയും നമ്മുടെ മൈൻഡ് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദ മൈൻഡ് ആസ്പെക്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രോസസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മള് സ്കില്ല്, നമ്മുടെ ഗോൾ സെറ്റിംഗിൽ എന്തൊക്കെ ചെയ്യാറുണ്ട്? നമ്മൾ ടെക്നിക്കൽ ചെയ്യാറുണ്ട്, ടാക്ടിക്കൽ ചെയ്യാറുണ്ട്, മെന്റൽ ചെയ്യാറുണ്ട്, ഫിസിക്കൽ ഗോൾസ് സെറ്റ് ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മുടെ ഗോൾ സെറ്റിംഗിൽ വരും. ഓക്കെ, ഗോൾ സെറ്റിംഗിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പ്രോസസ്സിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് തിങ് ലൈഫ് സ്റ്റൈൽ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? ലൈഫ് സ്റ്റൈൽ ദിനചര്യ, നിങ്ങളുടെ റൂട്ടീൻസ്, ഹൗ ഇസ് ഇറ്റ് ഹെൽത്തി? നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണോ ജീവിക്കുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സ്പോർട്സ്മാൻ. ഒരു അത്ലീറ്റ് ആവണമെങ്കിൽ ഒരു ഹെൽത്തി ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ദിസ് ഇസ് ദ ടൈം ടു മേക്ക് ഇറ്റ് കറക്റ്റ്. ഇപ്പോഴാണ് സമയം. വെൻ യു ആർ ഫ്രീ, നിങ്ങൾക്ക് ഇപ്പം വലിയ പണികളൊന്നും ഇല്ല. ഓക്കെ, വലിയ ഭാരങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്, ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇപ്പൊ ആ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങുമ്പോൾ അക്കാഡമിയിലേക്ക് വന്ന് നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ് വരുന്നത്? ഈറ്റ് വെൽ, കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഈറ്റ് വെൽ എന്ന് പറയുമ്പോൾ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കൊണ്ട് കറക്റ്റ് സമയത്തിനും കഴിക്കുക എന്നുള്ളതുണ്ട്. ഓക്കെ, ടൈംലി ഫുഡ്. നമ്മുടെ അക്കാഡമീസിലൊക്കെ നിങ്ങൾ ടൈമിനല്ല ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് വീട്ടിലും നിങ്ങൾ ആ ടൈമില് ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ട്, നല്ല ഭക്ഷണവും കഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങള് എന്ത് കഴിക്കുന്നു അതാണ് നിങ്ങളുടെ ശരീരം ആവാൻ പോകുന്നത്. ഓക്കെ, സോ ഈറ്റ് ഗുഡ് ഫുഡ് ആൻഡ് ഇൻ പ്രോപ്പർ ടൈം. സ്ലീപ്പും അതുപോലെ തന്നെ. ഓക്കെ, നിങ്ങൾ ഇത്രയും ഡ്യൂറേഷൻ സ്ലീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നും നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടേണ്ട ആവശ്യമുണ്ട് റിക്കവറിക്ക്. അതിന്റെ കൂടെ കറക്റ്റ് സമയത്തും ഉറങ്ങേണ്ട ആവശ്യമാണ്. ഓക്കെ, 1 മണിക്ക് കിടന്ന് രാവിലെ 10 മണിക്ക് എഴുന്നേൽക്കുന്നതല്ല കറക്റ്റ് ഉറക്കം. രാത്രി 10 മണിക്ക് മുമ്പ് കിടന്ന് രാവിലെ 5 മണി 6 മണി ആകുമ്പോൾ എഴുന്നേൽക്കുമ്പോഴാണ് ആ കറക്റ്റ് ഉറക്കം, ആ ഒരു സിസ്റ്റം ബാലൻസ് ആയി വരുന്നത്. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പ്, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് and also the duration of the sleep is very important. Okay, throughout your career. പിന്നെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ടേക്ക് കെയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. അതിനെ നിങ്ങൾ കെയർ ചെയ്തതിന്റെ റെസ്പെക്ട് കൊടുക്കണ്ടേ? നിങ്ങളുടെ ശരീരത്തിന് മനസ്സിനെയും റെസ്പെക്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഓക്കെ, സോ അതിന് ഏറ്റവും വലിയ വില കൊടുക്കുക, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിൻ, ലൈഫ് സ്റ്റൈല് ഡിസിപ്ലിൻ കൊണ്ടുവരണം പ്രോസസ്സിൽ. ഓക്കെ, ദെൻ ഇവാലുവേറ്റ്.
ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് പീരിയോഡിക് ആയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് എന്നും ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ റൂട്ടീൻസ്, നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യണം. അത് ഒറ്റയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ കോച്ചസും നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാരുടെ ഒക്കെ സംസാരിച്ച് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. സപ്പോർട്ട് സ്റ്റാഫിന്റെ അടുത്ത്, കൂടെയുള്ള കോച്ചസിന്റെ കൂടെയുള്ള അസിസ്റ്റന്റ് കോച്ചസ്, ഫിസിയോസ്, ട്രെയിനേഴ്സ്, മെന്റലായിട്ട് നിങ്ങളെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പേരൻസ്, ഫ്രണ്ട്സ്, ഇവരുടെ അടുത്തെല്ലാം സംസാരിച്ച് ഇവാലുവേഷൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽഫ് ബിലീഫ് കൂടുന്നത്. ഈ ഒരു റൂട്ടീനും ഡിസിപ്ലിനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളിലുള്ള തന്നെ വിശ്വാസം, ഒരു സെൽഫ് ബിലീഫ്, അല്ലെങ്കിൽ ഒരു നമുക്ക് തന്നെ ഒരു ഡിഗ്നിറ്റി, നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഓഫ് ഗുഡ്നെസ് നമ്മുടെ അകത്ത് വരും. അപ്പൊ അവിടെയാണ് സെൽഫ് ബിലീഫ് നമുക്ക് കൊണ്ടുവരുന്നത്. ബിലീവ് ഇൻ വാട്ട് യു ക്യാൻ ഡു. ഓക്കെ, ദെൻ ഇസ് റെക്ടിഫൈ. വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് റെക്ടിഫൈ. ഈ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയാലേ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നത്? അപ്പം അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടാവണം. ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എന്ന് സ്വയം പറയുവാൻ ഉള്ള ഒരു മനസ്സും നമുക്കുണ്ടാവണം. എന്നാലേ നമുക്കത് അഡ്മിറ്റ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഗെയിം റിലേറ്റഡ് ആവട്ടെ, ലൈഫിലും റിലേറ്റഡ് ആവട്ടെ. ഓക്കെ, സോ ബി റെഡി ആൻഡ് യു ഹാവ് ടു ബി വില്ലിംഗ് ടു അഡ്മിറ്റ് വെൻ യു ഫെയിൽ. ഓക്കെ, പ്രിപ്പയർ ടു അഡ്മിറ്റ് വെൻ യു ഫെയിൽ. വെരി ഇമ്പോർട്ടന്റ്. നമ്മള് കുറ്റം സമ്മതിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മള് ഒരു തെറ്റ് കാണിച്ചെന്ന് പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല കേട്ടോ. എല്ലാരും തെറ്റ് ചെയ്യുന്നവരാണ്. ആരുമില്ല തെറ്റ് ചെയ്യാത്തവരാരുമില്ല ഈ ലോകത്ത്. എല്ലാരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അത് സമ്മതിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ക്യാരക്ടർ വെളി വരുന്നത്. സമ്മതിക്കണം. ഓക്കെ, മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. സമ്മതിച്ചാലേ അതിന് പ്രതിവിധിയുള്ളൂ. അത് സമ്മതിച്ചാലേ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പ്രോസസ്സിൽ. ഓക്കെ, സോ പ്രോസസ് ഇസ് ജസ്റ്റ് നോട്ട് ടെക്നിക്കൽ, ടാക്ടിക്കൽ, മെന്റൽ, ഫിസിക്കൽ കാര്യങ്ങളല്ല പ്രോസസ് എന്നുള്ളത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ഇൻ പ്രോസസ് ആണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നോക്കിയേ. റെസ്പെക്ട്. ഓക്കെ, സോ റെസ്പെക്ടിങ് ഈച്ച് അതർ. ഫസ്റ്റ് റെസ്പെക്ടിങ് അവർ സെൽഫ്. നമ്മളെ തന്നെ നമ്മൾ ബഹുമാനിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, സോ റെസ്പെക്ടിങ് വൺ അനദർ, അവർ സെൽഫ് ആൻഡ് ദെൻ വൺ അനദർ. റെസ്പെക്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാവുന്നത്? ഓക്കെ, നമ്മൾ ബാക്കിയുള്ളവരെ നമ്മൾ അംഗീകരിക്കും, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കും, അവരുടെ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ റെഡിയാവും. അതാണ് റെസ്പെക്ടിന്റെ ഒരു ഫസ്റ്റ് സൈൻ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി യുവർ കോച്ചസ്, ലെറ്റ് ഇറ്റ് ബി യുവർ ഫ്രണ്ട്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള ആൾക്കാരാവട്ടെ, പേരൻസ് ആവട്ടെ. എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാവുന്നു? അതായത് അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് അത് അനുസരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യെസ്, ഹി ഈസ് ഷോയിങ് റെസ്പെക്ട്. ഓക്കെ, സോ ദോസ് അറൌണ്ട് യു ആൻഡ് എൻകറേജ് അതേഴ്സ് ടു അച്ചീവ്. ബാക്കിയുള്ളവരും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്യുമ്പം അവിടെ നമ്മൾ റെസ്പെക്ട് കാണിക്കുകയാണ്. ഓക്കെ, നമ്മള് സക്സസിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഡിസിപ്ലിൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസിപ്ലിനിൽ പെടുന്നതാണ്. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ ആൻഡ് സ്റ്റേ ഇൻ ദ കോഴ്സ്. ഓക്കെ, കോഴ്സ് എന്ന് പറഞ്ഞ വഴി. ആ വഴിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും യാത്ര ചെയ്യേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ എല്ലാ ഡിസ്ട്രാക്ഷൻസ്, എന്ത് ചിന്തകളും വിചാരങ്ങളും ഇതിനെതിരെ വരികയാണെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് തന്നെ മാറ്റണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ഹാവ് ഫൺ. നിങ്ങൾ എൻജോയ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യണം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സാക്രിഫൈസസ് എല്ലാം ഉണ്ടാവും. പക്ഷെ അതും എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. അത് എൻജോയ് ചെയ്യണം എങ്ങനെയാ? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു തുടർച്ചയായിട്ട് ആ യാത്ര
ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് ഒരു പടിയും കൂടെ ഞാൻ ആ യാത്രയിലേക്ക് മുന്നോട്ട് പോയി എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അവിടെയാണ് എൻജോയ്മെന്റ് ഇരിക്കുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റിലാണ് നമ്മുടെ എൻജോയ്മെന്റ് ഇരിക്കുന്നത്. സോ ആ ലക്ഷ്യം എപ്പോഴും മുമ്പിൽ ഉണ്ടാവണം. ഓക്കെ, ഹാവ് ഫൺ. അതർവൈസ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് പ്രയോജനം? സോ ഹാവ് ഫൺ വെൻ യു ഡു ദീസ് പ്രോസസ്സസ്. ഓക്കെ, സോ പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്. So process or the doing is more important than the outcome. Okay, നമ്മൾ രണ്ടാമത്തെ ഇതിലേക്ക് പോവാം. ഇൻപുട്സ് എന്താണ്? നമ്മളുടെ അകത്ത് പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യം തരാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇൻപുട്സ് തരുന്ന കാര്യങ്ങളാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഫാമിലി, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻപുട്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് ഫാമിലിയുടെ കൂടെ ആയിരിക്കും. ഓക്കെ, കൂടെ ഇല്ലെങ്കിലും ഫോണിലും അതിലെല്ലാം നിങ്ങൾ ഫാമിലി ആയിട്ട് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് ദ മോസ്റ്റ് ക്ലോസസ്റ്റ് പീപ്പിൾ, ഏറ്റവും അടുത്തിരിക്കേണ്ടതും ഫാമിലി മെമ്പേഴ്സ് ആണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അവരാണ്, ഫാമിലി മെമ്പേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണ്, ആരാണ്, ഏറ്റവും കൂടുതൽ നിങ്ങളെ കണ്ടിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പൊ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻപുട്ട്. അപ്പൊ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടേണ്ടത് വളരെ ആവശ്യമാണ് ഈ സമയത്ത്. ഓക്കെ, ബിക്കോസ് ദ ജേർണി ഈസ് നോട്ട് ഈസി അല്ലാത്തപ്പം നമുക്ക് എല്ലാ സൈഡിൽ നിന്ന് സപ്പോർട്ട് വരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, കുറെ സാക്രിഫൈസസ് ഉണ്ട് ഫാമിലിയിൽ. നമ്മൾ ചെയ്യുന്ന ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ കൂടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെ? ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ് അവർ മക്കളോട് നിൽക്കണമെന്ന്. അപ്പൊ നിങ്ങളും അവരെ വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, അതൊരു വലിയ സാക്രിഫൈസ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് സാക്രിഫൈസ് ആണ്. നിങ്ങളെ പുറത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിടുക. സാധാരണ ഒരു യങ്സ്റ്റർ അനുഭവിക്കുന്ന ഒരു ജീവിതം അല്ലല്ലോ നമ്മള് ചെയ്യുന്നത്. ക്രിക്കറ്റിംഗ് ലൈഫില് പ്രാക്ടീസ്, ട്രെയിനിങ്, ഓക്കെ, ഇതെല്ലാം സാക്രിഫൈസ്. ഇതിന്റെ ഒരു ഭാഗം അവരും ആവണം. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫാമിലി മെമ്പേഴ്സോട് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. സ്ഥിരമായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഫാമിലി മെമ്പേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ആ പെർപ്പസ്, ആ വിഷൻ അവരും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാലേ നിങ്ങൾ ഒരു ബോട്ടിൽ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ, ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചോദ്യങ്ങൾ എപ്പോഴും വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടത്, അത് ഫാമിലിയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. സോ ഫാമിലി ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇൻ യുവർ പ്രൊഫഷണൽ പ്ലേയിങ് ലൈഫ്. കേട്ടാ, സ്പോർട്ടിംഗ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, സെക്കൻഡ്, കോച്ചസ് ആൻഡ് SS എന്ന് എഴുതിയിരിക്കുന്ന സപ്പോർട്ട് സ്റ്റാഫ് ആണ്. സപ്പോർട്ട് സ്റ്റാഫ്, നിങ്ങളുടെ കൂടെ ഓരോ ട്രെയിനിങ്ങിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ട് സ്റ്റാഫ്. കേട്ടാ, അപ്പൊ കോച്ചസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ കോച്ചസിനെ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ നിങ്ങൾ ഗെയിമിനെ പറ്റിയും നിങ്ങളുടെ ലൈഫിനെയും പറ്റിയും നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ഈ കോച്ചസിന്റെ കൂടെയാണ് അല്ലെ? ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഈ കോച്ചസ് ആണ്. ഓക്കെ, ഈ കോച്ചസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ കരിയർ മുന്നോട്ട് നീക്കുന്നത്. അത് ആരും ആവട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പല കോച്ചസും വരും. അപ്പം ഇവരിലാണ് നിങ്ങളുടെ കരിയർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടത്. ഓക്കെ, സോ ഇവരായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ കോച്ചസിനെ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട? കോച്ചസ് നോളജബിൾ ആയിരിക്കണം. കളിയെ പറ്റിയും നിങ്ങളുടെ കളിയെ പറ്റിയും കോച്ചസിന് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാവണം. എപ്പോഴും കോച്ചസിനോട് നിങ്ങൾക്ക്
അക്സസിബിൾ എന്ന് പറയുന്നത് അവരെ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പൊ കോച്ച് എന്ന് പറയുമ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം കോച്ചിന്റെ അടുത്ത് ചെല്ലാൻ പറ്റണം. അപ്പം ആ ഒരു പ്രോക്സിമിറ്റി അല്ലെങ്കിൽ അടുത്തായിരിക്കണം എപ്പോഴും കോച്ചസ്. ഇപ്പൊ ഫോണും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനി ടൈം നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. എനി ടൈം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ദൂരത്തായിരിക്കണം എപ്പോഴും കോച്ചസും സപ്പോർട്ട് സ്റ്റാഫും ഉള്ളത്. പിന്നെയുള്ള അഫോർഡബിൾ, നിങ്ങൾ അക്കാഡമി നിൽക്കുന്നുണ്ട് ഈ കോച്ചസിന് പുറത്തുള്ള കുട്ടികൾ കോച്ചസിന് പേ ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ല അല്ലെ. കോച്ചസിനും ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഓരോ ലെവലിലും ആ കോച്ചസിന്റെ കോസ്റ്റിങ്ങും അവരെ നിങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ കരിയറിൽ ഒരു സമയം വരുമ്പം നിങ്ങൾക്ക് കോച്ചസിന് പേ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് പേ ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിലിറ്റിയും ആ കോച്ചില് കാണണം. ഓക്കെ, സോ കോച്ചിങ് ഡസൻ കം ഇന്നത്തെ പ്രത്യേകിച്ചുള്ള സിറ്റുവേഷനിൽ കോച്ചസ് ഡസൻ കം ഫ്രീലി. അവര് ഒരു ജോലിയായിട്ടാണ് കോച്ചിങ് എടുത്തിരിക്കുന്നത്. അവരുടെയും ഒരു ജീവിത മാർഗമാണ്. ഓക്കെ, സോ അവരും അതിനുള്ള റെന്യൂമറേഷൻ പ്രതീക്ഷിക്കും. അപ്പം നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കണം ആ കോച്ചസ് ഉള്ളത്. പിന്നെ കോച്ചസ് എന്നുള്ള ഒരു ലോങ് ടേം കോച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ഗ്രാഫ്, നിങ്ങളുടെ കുട്ടിക്കാലം മുതലേ നിങ്ങളെ കണ്ടിട്ടുള്ള ഒരു കോച്ച് സ്ഥിരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അടുത്തുള്ളത് എപ്പോഴും നല്ലതാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മെന്റാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, അതൊക്കെ മനസ്സിലാക്കാൻ ഒരു ലോങ് ടേം കോച്ചിനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ലോങ് ടേം ഓൾസോ കോച്ചസ് ഇമ്പോർട്ടൻറ്റ്. കോച്ചസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം ഇതാണ്: റൈറ്റ് അഡ്വൈസ് അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, അത് ഒരു ചാവി പോലെയാണ്. നിങ്ങളൊരു പൂട്ടിൽ കിടക്കുകയാണെങ്കിൽ ആ കോച്ചിൽ നിന്ന് ഒരു റൈറ്റ് അഡ്വൈസ് കറക്റ്റ് സമയത്ത് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പൂട്ട് തുറക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കോച്ചസ് കഴിഞ്ഞിട്ട് ഇൻപുട്സ് വരുന്നത് ഫെസിലിറ്റി ആണ്. ഫെസിലിറ്റി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, അതിൽ അഡിക്വേറ്റ് സൗകര്യങ്ങളുണ്ടോ, ആവശ്യം ഇപ്പോൾ കളിക്കുന്ന നിങ്ങൾ അടുത്ത കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുന്ന കോമ്പറ്റീഷന് അനുസരിച്ചുള്ള സൗകര്യം ആ ഫെസിലിറ്റിയിൽ ഉണ്ടോ. ഓക്കെ, അതൊക്കെ വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ കോമ്പറ്റീഷന് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രൗണ്ട് ഫെസിലിറ്റീസ്, ജിം ഫെസിലിറ്റീസ്, ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് പോവാൻ. ഓക്കെ, പിന്നെ ഫെസിലിറ്റീസ് നിങ്ങളുടെ എത്തുന്ന ദൂരത്താണോ ഈ ഫെസിലിറ്റി ഉള്ളത്, അതാണ് ആക്സസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സസിബിലിറ്റി, ഫെസിലിറ്റിയുടെ ഉള്ള എത്താത്ത സൗകര്യങ്ങൾ. ഇപ്പൊ 2 മണിക്കൂർ യാത്രയാണ് നിങ്ങൾ ഫെസിലിറ്റി ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ചെയ്യാണ്, എനർജി വേസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഫെസിലിറ്റി എപ്പോഴും അടുത്തുള്ള ആണെങ്കിൽ ആക്സസിബിലിറ്റി എളുപ്പമാണ്. പിന്നെ എഫക്റ്റീവ് ആയിട്ട് ഈ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഫെസിലിറ്റി ഉണ്ടായിട്ടും അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഈ ഫെസിലിറ്റീസ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് യൂസ് ചെയ്യാൻ പറ്റണം അനുയോജ്യമായിട്ട്. നമ്മുടെ ആ ഗോൾസ് എത്താൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും നമുക്ക് പറ്റണം. പിന്നെ ഉള്ള ഒരു ഇൻപുട്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എക്യുപ്മെന്റ്. നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ് നമ്മുടെ കയ്യിലുണ്ടോ, നമ്മുടെ ഗെയിമിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്. അപ്പൊ അപ്രോപ്രിയേറ്റ് എന്ന് എഴുതിയേക്കുന്ന അതിന്റെ സൈസാണ്. അപ്പം പല ആൾക്കാർക്കും പല സൈസും ഷേപ്സിലുള്ള എക്യുപ്മെന്റ് ആണ് സൂട്ട് ആവുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ എക്യുപ്മെന്റ്, നല്ല എക്യുപ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് നമ്മുടെ ഡെവലപ്മെന്റ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഷൂസ്, കറക്റ്റ് ഷൂസ് നമുക്കുണ്ടോ. പരിമിതികൾ ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മുടെ ഒരു ഇഞ്ചുറി ഫ്രീ ആവാനായിട്ട് നമ്മൾ ആവശ്യമുള്ള എക്യുപ്മെന്റ്സ്, നല്ല എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ മുൻകൂട്ടി കരുതി അന്വേഷിച്ച് അത് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അത് പ്ലാനിങ് വേണം. അതിനൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കാനായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളിപ്പം ഒരു സിസ്റ്റത്തിലായതുകൊണ്ട്, KCയുടെ സിസ്റ്റത്തിലായതുകൊണ്ട് അധികം ഒന്നും
അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു KCA സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോയിട്ട് നിങ്ങൾക്ക് ക്രിക്കറ്റ് പിന്നെ തുടരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു വില നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സൂട്ടബിൾ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ. പ്രത്യേകിച്ച് ക്രിക്കറ്റിലെ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പിന്നെ ഉള്ള ഒരു വളരെ വൈറ്റൽ ഫാക്ടർ ഫിനാൻസ് തന്നെയാണ് ക്രിക്കറ്റിൽ. ഓക്കെ. സോ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആസ് എ ക്രിക്കറ്റർ നമുക്ക് ഒരു സ്റ്റേജിൽ തീർച്ചയായിട്ടും ആവശ്യം വരും. അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമാണ്. പ്ലാനിങ് നമ്മൾ ചെയ്യണം. സപ്പോർട്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അത് ചോദിക്കാനും മടി കാണിക്കരുത്. അതൊരു തടസ്സമാവരുത്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തടസ്സമാവരുത്. അപ്പൊ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചോദിക്കണം. ചോദിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ആവശ്യമുണ്ടെങ്കിൽ വെറുതെ ചോദിക്കരുത്. ഓക്കെ. ആൻഡ് എഫക്റ്റീവ് മാനേജ്മെന്റ്. ഈ ഫിനാൻസ് കിട്ടുന്നത് മാത്രമല്ല, അത് മാനേജ് ചെയ്യാനും പഠിക്കണം. അതായത് നിങ്ങൾ ഒരു ലെവലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്റ്റേറ്റും നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫിനാൻസ് വരും, പണം വരും. ഓക്കെ. ഇന്ന് ഒരു അണ്ടർ 19 ക്രിക്കറ്റർ ഒരു സ്റ്റേറ്റിന് വേണ്ടി കളിച്ചാലും അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആ പ്ലെയറിന് കിട്ടും. അത് കിട്ടുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ആസ് എ പ്ലെയർ. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പം അത് പേരൻസിൽ നിന്നോ കോച്ചസിൽ നിന്നോ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് എങ്ങനെ നമുക്ക് ആ ഫിനാൻസ് നമ്മുടെ ആവശ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മള് അത് വേസ്റ്റ് ആയി പോവാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ആണ്, നമ്മുടെ ഗെയിമിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ ആ ഫിനാൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗെയിമിന് തന്നെ നമ്മൾ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ആ കിട്ടുന്ന കാശ് നമ്മൾ ഗെയിമിലേക്ക് തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൾട്ടിപ്ലൈ ആവും. മനസ്സിലായി? അപ്പൊ അതുപോലത്തെ മാനേജ്മെന്റ് നമുക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഓക്കെ. എഡ്യൂക്കേഷൻ നമ്മുടെ വ്യക്തിത്വത്തെ പണിയും. ഓക്കെ. നമ്മളെ തന്നെ ഒരു നല്ല നോളേജ് കിട്ടുമ്പോൾ, നോളേജ് ആണല്ലോ നമ്മൾ എഡ്യൂക്കേഷൻ നിന്ന് കിട്ടുമ്പോൾ, അപ്പൊ ഈ നോളേജ് കിട്ടുമ്പോൾ നമ്മളെ തന്നെ അത് ഡെയിലി രൂപാന്തരപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പണിയാണ്. ഓക്കെ. സോ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ആസ് എ ക്രിക്കറ്റർ. ഓക്കെ. സോ ഡിസൈഡിങ് ഏർലി, അതായത് നിങ്ങൾ എഡ്യൂക്കേഷനിൽ എന്ത് ഫീൽഡാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അത് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും, എഡ്യൂക്കേഷനും കൂടെ ഉള്ളപ്പോ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചിന്തയിൽ വ്യക്തത ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും നമുക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അത് കളിയിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എഡ്യൂക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ. എന്തുകൊണ്ടാ നമുക്കറിയാം, കളിയിൽ കുറെ അൺകൺട്രോളബിൾ ആയ തിങ്സ് ഉണ്ട്. എന്ത് വേണമെങ്കിലും പാളം തെറ്റി പോവാൻ എപ്പോഴും വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആസ് ക്രിക്കറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷെ അങ്ങനെ തെറ്റി പോകുമ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകരുത്. അതുകൊണ്ട് നമുക്കൊരു സെക്കൻഡ് ലൈൻ എപ്പോഴും വേണം, ഓക്കെ, പിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് തിരിച്ച് ഗെയിമിലേക്ക് വരാനും അത് സഹായിക്കും. സോ ഒരു ഓൾട്ടർനേറ്റ് കാരിയർ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അത് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഓൾട്ടർനേറ്റ് കാരിയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ എഡ്യൂക്കേഷൻ ഉള്ളത്. കുറെ കുട്ടികൾ നല്ല മാർക്സ് A+ തന്നെ മേടിച്ച കുട്ടികൾ, എല്ലാത്തിനും A+ മേടിച്ച കുട്ടികളൊക്കെ അക്കാഡമിയിൽ ഉണ്ടെന്ന് കേട്ടു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇട്ട എഫേർട്സിനുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ എവരി വൺ. ഓക്കെ. So education is very important in our sports career, cricketing career. Okay, so inputs ഇവിടെ തീർക്കുകയാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ. നമ്മള് ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു പ്രോസസ്, ഇൻപുട്സ്, പിന്നെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. പ്രോസസ്സും ഇൻപുട്സ് എല്ലാം കറക്റ്റ് ആയെങ്കിലും
ഈ കീ ഇൻഗ്രീഡിയൻസ് നമ്മൾ വേണ്ടുന്ന ആവശ്യത്തിനുള്ള പാകത്തിന് നമ്മൾ ഇട്ടില്ലെങ്കിൽ ഓക്കെ സക്സസ് നമുക്ക് ലഭിക്കാൻ ചിലപ്പോൾ ലഭിക്കത്തില്ല, ചിലപ്പോൾ ലഭിക്കാൻ വൈകും. ഓക്കെ, സോ ഈ കീ ഇൻഗ്രീഡിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അതൊരു ലോക്ക് തുറക്കുന്നത് പോലെയാണ്. ഈ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ലോക്കിന്റെ കീന്റെ പല കീ ഇടുമ്പോ ആ കീന്റെ അറ്റത്തുള്ള ആ മെറ്റൽ കാര്യമുണ്ടല്ലോ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യണം, ആ ലോക്കിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പൊ ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ് ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ ലോക്ക് എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു നമുക്ക് വിശ്വാസം, അതാണ് ആ ലോക്ക് അത് തുറക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കീ ഇൻഗ്രീഡിയൻസ് ഈ ബിലീഫിലേക്ക് അല്ലെങ്കിൽ ട്രസ്റ്റിലേക്ക് നമ്മൾ ഇടുമ്പോഴാണ് ആ ലോക്ക് നമുക്ക് തുറന്നിട്ട് നമുക്ക് ആ കഥ നമുക്ക് തുറക്കാൻ പറ്റുന്നത്. ആ കഥ തുറന്ന് അപ്പുറത്ത് പോയാൽ അത് നമ്മുടെ സക്സസ് ആണ്. ഓക്കെ, അത് തുറന്ന് അപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ സക്സസിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പക്ഷെ തുറക്കണമെങ്കിൽ ആ ലോക്ക് തുറക്കണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ലോക്ക് തുറക്കാൻ ബുദ്ധിമുട്ടാവും. അത് ഞാൻ ഇട്ടേക്കുന്നത് 6 C's ആണ്, 6 C's. ഓക്കെ, 6 C കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 6 കാര്യങ്ങളാണ് ഇതിൽ ഇട്ടേക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആദ്യം ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് സ്ഥാനത്തിൽ ഇട്ടേക്കുന്നത്. ആദ്യം കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് സഹകരണം. നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ എങ്ങനെ ക്രിക്കറ്റിംഗ് ഫീൽഡിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ എങ്ങനെ സഹകരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾ മുന്നോട്ടുള്ള യാത്ര. ഞാൻ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ആൾക്കാരുള്ളപ്പം അവരുടെ കൂടെ നമ്മൾ എങ്ങനെ സഹകരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ നിർത്തിയത് ആ സീസിലാണ്. എന്തൊക്കെയാണ് സീസ് എന്നുള്ളത്? ഓക്കെ, സോ ഫസ്റ്റ് സി കോപ്പറേഷൻ എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും അടുത്ത് സഹകരിക്കുക, പ്ലെയേഴ്സ് കോച്ചസ് ആയിട്ട് സഹകരിച്ച് പോവുക. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആരും ഗെയിമിനെക്കാട്ടിൽ വലുതല്ല. ഓക്കെ, സോ നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗെയിം. ഓക്കെ, ഗെയിമാണ് നമ്മളെ എല്ലാരും ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഗെയിമിനെക്കാട്ടി വലുതാരുമില്ല. അപ്പം ഗെയിമിനെതിരായിട്ട് നമുക്ക് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഗെയിം തന്നെ എല്ലാം തീരുമാനിക്കും നമ്മൾ എന്താണ് എങ്ങോട്ടാ പോണേന്നൊക്കെ. അപ്പം നോ വൺ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗെയിം. അതുകൊണ്ട് നമ്മളെല്ലാരും റെസ്പെക്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള എല്ലാവരും. അപ്പം മാനേജ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അവരുടെ ടീംസിന് വേണ്ടി കളിക്കാൻ പറ്റുന്നത്. അപ്പൊ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരൊക്കെയാണ് കളിക്കാൻ പോകുന്നത്, അവരാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സെലക്ഷനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, സോ കോപ്പറേഷൻ വിത്ത് ഓൾ ഓഫ് ദം. ഓക്കെ, സെക്കൻഡ് സി ഇസ്, നിങ്ങൾ എഴുതിക്കോ, പ്രസന്റേഷൻ കാണില്ലല്ലോ. സെക്കൻഡ് സി കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഓക്കെ, വെരി വൈറ്റൽ തിങ് ആണ്. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഗെയിമിൽ സഹകരിക്കാൻ പറ്റുന്ന ഓരോരുത്തർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവരെങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അറിയും? നമ്മൾ ചെയ്യുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്, എങ്ങനെ അവരറിയും? അവരറിഞ്ഞാലേ അതിനനുസരിച്ച് അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് കീ. അത് എന്തു ആവട്ടെ. ഓക്കെ, സോ ആൾക്കാര് അടുത്ത് നമ്മൾ കറക്റ്റ് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠിക്കണം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കമ്മ്യൂണിക്കേറ്ററായിട്ട് നമ്മൾ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന എന്തൊക്കെയായിരിക്കും?
തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഡിസ്റ്റൻസ്. ഇപ്പൊ ഫിസിക്കൽ തടസ്സമുണ്ടാകും, അതായത് നമ്മൾ ഒരുപാട് ദൂരെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ. പക്ഷെ ഇന്ന് നമുക്ക് അത് ആ ഒരു ഫിസിക്കൽ തടസ്സത്തിന്റെ ബാരിയർ എടുത്തു മാറ്റിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഫോണും ഓൺലൈനായിട്ട് എല്ലാം ഉപകരണങ്ങളുണ്ട്, അപ്പൊ അതൊരു ബാരിയർ അല്ല. ഓക്കെ. രണ്ടാമത് ലാംഗ്വേജ്. നമുക്ക് പുറത്തൊക്കെ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ ചിലപ്പം നിങ്ങൾ കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ടീമിലായിരിക്കും, അപ്പൊ പല ലാംഗ്വേജ് ഉള്ള ആൾക്കാർ ഉണ്ടാവുകയാണ്. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് കറക്റ്റ് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ കോച്ചസിന് ചിലപ്പോൾ നമ്മുടെ ഭാഷ അറിയുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ആരാണ് ലൂസ് ചെയ്യണത്? നമ്മൾ തന്നെയാണ് ലൂസ് ചെയ്യണത്. ഓക്കെ. ഇപ്പൊ നിങ്ങള് കോച്ചസിന് നിങ്ങളെ അറിയില്ല, നിങ്ങൾ ഏത് പൊസിഷനിലാണ് ബാറ്റ് ചെയ്യണതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസും നമ്മൾ അവിടെ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ കോച്ചിന്റെ ഭാഷ അറിയില്ല, കോച്ച് സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ പറയാതിരിക്കുമോ? അപ്പം നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിലായിരിക്കത്തില്ല ബാറ്റിങ്ങിന് വിടുന്നത്, അല്ലെങ്കിൽ ബോളിങ്ങിന് വിടുന്നത്. അപ്പൊ നിങ്ങൾ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതോ ലാംഗ്വേജ്. പിന്നെ നമുക്ക് വരുന്ന ആങ്സൈറ്റി, നമ്മൾ ആങ്ഷ്യസ് ആവും. നമ്മൾ സംസാരിച്ചാൽ ഒരു ഭയം പോലെ വരും. ഓക്കെ. അതും ഒരു തടസ്സമാവാൻ ചാൻസ് ഉണ്ട്, ആങ്സൈറ്റി. ഇപ്പൊ നമ്മളെക്കാട്ടിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അവരെന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ. അതും ഒരു ബാരിയർ ആവാൻ. പിന്നെ സ്റ്റാറ്റസ്. നമ്മുടെ സ്റ്റാറ്റസ്, നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്റ്റാറ്റസ് ചിലപ്പോൾ ഒരു തടസ്സമാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതിപ്പം ജൂനിയർ പ്ലെയേഴ്സിന്റെ അടുത്തൊക്കെ സീനിയോറിറ്റി, ജൂനിയോറിറ്റി, ആ ഇഷ്യൂസ് ഒക്കെ വരാൻ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഫീൽഡിൽ. അതും കമ്മ്യൂണിക്കേഷൻ ഒരു തടസ്സമാകും. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ തുറന്നു പറയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഗെയിമിന് ആസ് എ ടീം ഗെയിം അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ. പിന്നെ നമുക്ക് എന്തെങ്കിലും പവറും പൊസിഷൻ ഉള്ള ആൾക്കാരാണോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആൾക്കാർ? പവറും പൊസിഷനുള്ള ആൾക്കാരാണോ? അല്ലെങ്കിൽ നമുക്ക് ടീമിൽ ഒരു പവറും പൊസിഷനും ഉണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും, വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും, ഒരു പവറാണത്. അപ്പൊ ആ പവറിൽ നിന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നാണം, ഷൈനസ് എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട്. അപ്പം അതൊന്നും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തടസ്സമായി വരരുത്. ഓക്കെ. അതെല്ലാം നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, കീ ഇൻഗ്രീഡിയൻസ് ആണ്, കീ ഇൻഗ്രീഡിയൻസ്. ഓക്കെ. അടുത്ത സിയിലേക്ക് പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കമ്മിറ്റ്മെന്റ് എന്നുള്ള വിഷയം. ഓക്കെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു വില കൊടുക്കാതെ ഒരു സാധനം നമ്മൾ മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് കൈവശമാക്കണമെങ്കിൽ, എല്ലാ സാധനങ്ങൾക്കും ഒരു വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല, എന്തെങ്കിലും ഒരു വില നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗെയിമും. നമുക്കൊരു സാധനം വേണമെങ്കിൽ, ഒരു സക്സസ്ഫുള്ളായിട്ട് എന്തെങ്കിലും വേണം, നമ്മളൊരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു വില കൊടുക്കണം. ഓക്കെ. സോ ആ പ്രൈസ് നമ്മൾ പേ ചെയ്യാൻ റെഡി ആയിരിക്കണം. അതാണ് കമ്മിറ്റ്മെന്റ്. ഓക്കെ. ദാറ്റ് സാക്രിഫൈസസ്. അപ്പം ഇതിന്റെ സ്റ്റേക്സ് ഹയർ ആവും തോറും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ സ്റ്റേക്ക് അല്ലെങ്കിൽ അതിന്റെ സ്ഥാനം കൂടുന്തോറും നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ കൂടുതൽ കമ്മിറ്റ്മെന്റ് ലെവൽസ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടും. ഓക്കെ. പിന്നെ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനനുസരിച്ച് നമ്മൾ അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ഒന്ന് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്നും ആ കമ്മിറ്റ്മെന്റ് ലെവൽസിലേക്ക് നമ്മൾ തുടർച്ചയായിട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമാണ്. ഓക്കെ. സോ കമ്മിറ്റ്മെന്റ് ഇസ് ദ തേർഡ് സി ദാറ്റ് വി സ്പോക്ക് അബൌട്ട്. പിന്നെ ഉള്ളതാണ് കോമ്പറ്റിഷൻ. ഓക്കെ. കോമ്പറ്റിഷൻ നമുക്ക് വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താ വെച്ചാൽ കോമ്പറ്റിഷനിലാണ് നമുക്ക് പെർഫോമൻസ് വരുന്നത്. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാലും
നമ്മൾ നെറ്റ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രില്യൻ്റ് ആണെന്ന് എത്ര ആര് പറഞ്ഞാലും കോമ്പറ്റീഷനിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ എല്ലാ പ്രിപ്പറേഷൻസും എല്ലാ സെഷൻസും കോമ്പറ്റീഷൻ ബേസ്ഡ് ആയിരിക്കണം. ഞാൻ ഇന്ന് ഈ കാര്യം നെറ്റ്സിൽ ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിറ്റ്നസിൽ ചെയ്യുകയാണെങ്കിൽ എന്റെ കോമ്പറ്റീഷന് അത് എത്രത്തോളം ഫലമുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ കോമ്പറ്റീഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇൻ ദിസ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യണം. എന്ത് ചെയ്താലും നമ്മൾ അതിനൊരു ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത് ചെയ്താൽ എനിക്ക് എന്ത് കോമ്പറ്റീഷന് ഗുണമുണ്ടാവും. അതുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് വരണം. ആവശ്യത്തിന് തൊട്ടനും പിടിച്ചതിനും എല്ലാം നിങ്ങൾ കോച്ചസിനെ ചോദ്യം ചെയ്താൽ പോയാൽ അത് ഇറിറ്റേറ്റിംഗ് ആവും. അങ്ങനെയല്ല, നിങ്ങൾ തന്നെ ചോദ്യം ചെയ്ത് അത് ഉത്തരം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കോച്ചസിന്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ, പിന്നെ അതിനകത്ത് കോമ്പറ്റീഷനിൽ വരുന്നത് നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെയുള്ള കളിക്കാരെയും നിങ്ങൾ ഈ കോമ്പറ്റീഷന് റെഡി ആക്കുമ്പം അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രയോജനപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെയാണ് ഫീൽഡിൽ അതിനുള്ള ഗുണമാവുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ബാക്കിയുള്ളവരുടെ പ്രോഗ്രസ്സും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം അതിനകത്ത്, പ്രത്യേകിച്ച് ടീംമേറ്റ്സിന്റെ. ഓക്കെ, പിന്നെ ഉള്ളത് നിങ്ങൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. നിങ്ങൾ കോമ്പറ്റീഷന്റെ റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ നെറ്റ്സ് പ്രാക്ടീസിന്റെയും റെക്കോർഡ്സ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത് 4ാമത്തെ സി ആണ് കോമ്പറ്റീഷൻ. 5ാമത്തെ ആണ് കൺസിസ്റ്റൻസി. ഓക്കെ, കൺസിസ്റ്റൻസി അഗൈൻ അത് ഒരു കാര്യത്തിലുള്ള സ്ഥിരത, സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺസിസ്റ്റൻസി ഗെയിമാണ്. ഒരു കാര്യം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവ്. ഓക്കെ, ഒരു ബോളർ ആണെങ്കിലും ആ ആക്ഷൻ പിന്നെയും ആ ക്വാളിറ്റി തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം, എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ആ റെപ്പറ്റീഷൻ ആണ് ക്രിക്കറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. ഓക്കെ, ബാറ്റ്സ്മാൻ ആണെങ്കിലും റിപ്പീറ്റഡ്ലി ഒരു ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്. ഓക്കെ, റിപ്പീറ്റഡ്ലി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്. ഓക്കെ, റിപ്പീറ്റഡ്ലി ബൗണ്ടറീസ് നേടാൻ കഴിയുന്ന ഒരു കഴിവ്. അപ്പൊ അതൊക്കെ റെപ്പറ്റീഷൻ ആണ്, കൺസിസ്റ്റൻസി ആണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രാക്ടീസ് ആൻഡ് ഇൻ കോമ്പറ്റീഷൻ ഗെയിമിലും. സോ അത് കൺസിസ്റ്റൻസി എങ്ങനെയാണ് വരുന്നത്? വെൻ വി ട്രെയിൻ കറക്റ്റ്ലി, നമ്മൾ കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ, വെൻ വി പ്ലേ കറക്റ്റ്ലി, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുമ്പോൾ, ഓക്കെ, കളിക്കുന്ന കാര്യത്തിലും കൺസിസ്റ്റൻസി കൊണ്ടുവരുമ്പോൾ, ആൻഡ് വെൻ വി ബിഹേവ് കറക്റ്റ്ലി, ഈ ക്യാരക്ടർ എന്ന് പറയുന്ന കാര്യങ്ങളും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ക്യാരക്ടറിലും നമുക്ക് കൺസിസ്റ്റൻസി വരണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ സ്വഭാവത്തിലും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമ്മുടെ പെർഫോമൻസിനും കൺസിസ്റ്റൻസി വരത്തുള്ളൂ. ബിജു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഒരു പോയിന്റ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പുറത്തുള്ള ക്യാരക്ടറാണ് നിങ്ങൾ ഫീൽഡിലും കാണിക്കാൻ പോകുന്നത്. ഭയങ്കര വൈറ്റൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണത്. നിങ്ങളുടെ ഫീൽഡിൽ ഔട്ട്സൈഡ് പുറത്തുള്ള ക്യാരക്ടർ എന്താണോ അത് തന്നെ അതിന്റെ ഒരു നിഴലായിട്ടായിരിക്കും നിങ്ങളുടെ അകത്തും നിങ്ങളുടെ പെർഫോമൻസസ് വരുന്നത്. ഓക്കെ, ഒരു ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. സോ ആ ബിഹേവിയറിലും കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ കൺസിസ്റ്റൻസി അതെങ്ങനെ വരുന്ന അഡാപ്റ്റേഷൻ, നമ്മൾ ഓരോ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ അതിനും കൺസിസ്റ്റൻസി വരുമ്പം അത് സക്സസിലേക്ക് പോകും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ 5th C, കൺസിസ്റ്റൻസി. ലാസ്റ്റ് C ആണ് അത് പറയാൻ പോകുന്നത്. അതിനൊരു ഡിഫറെന്റ് എലിമെന്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് ഓരോ
ഹയർ ലെവൽ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ട ഒരു വിശേഷമാണ്, സ്വഭാവ വിശേഷമാണ്. അത് കുറച്ച് ക്രൈസിനെസ് ഉണ്ടാവണം. ക്രൈസിനെസ്, അതായത് ക്രൈസിനെസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അപ്പൊ ഡെയർ ടു ബി ഡിഫറെന്റ്. അപ്പൊ നമുക്ക് പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ അവരെ ചെയ്ത് കാണിക്കാൻ ഉള്ള ഒരു മനസ്ഥിതി, അതാണ് ക്രൈസിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ മുമ്പിലുള്ളത് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് പോസിബിൾ ആക്കി കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ആ ക്രൈസിനെസ് വേണം. നമുക്ക് ഒരു സാധ്യതകളും ചിലപ്പോൾ മുമ്പിൽ കാണത്തില്ല. അത് ആ ലക്ഷ്യം എത്താൻ ഒരു സാധ്യതയും ചിലപ്പോൾ ഒരു സമയത്ത് നമ്മൾ മുമ്പിൽ ഉണ്ടാവത്തില്ല. പക്ഷെ നമുക്ക് സാധ്യതകൾ മുന്നിൽ കാണാതെ തന്നെ അതിൽ വിശ്വസിക്കാനായിട്ടുള്ള ഒരു ക്രൈസിനെസ് നമുക്ക് വേണം കേട്ടോ. എന്നാലേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ മുമ്പില് പലവരുടെ മുമ്പിലും എനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ എന്താണ് ഒരു സാധ്യത എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരു സാധ്യത മുമ്പിൽ കാണുന്നില്ല, പക്ഷെ ഞാൻ കളിച്ചേ പറ്റൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ക്രൈസിനെസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സാഹചര്യം ഇല്ലാത്തപ്പോഴും അത് പിന്തുടരാനും അത് വിശ്വസിക്കാനുള്ള മനസ്സാണ് ഓക്കെ ക്രൈസിനെസ് എന്ന് ഉദ്ദേശിച്ചത്. കുറച്ച് ക്രൈസി ആയിരിക്കണം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ. നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ആ ക്രൈസിനെസ് വ്യക്തമാവണം. ഒരു ഔട്ട്സൈഡ് ദ ബോക്സ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം. ഔട്ട്സൈഡ് ദ ബോക്സ്. ഓക്കെ, ഇപ്പൊ കോച്ചസ് നിങ്ങൾ പറഞ്ഞ് ചിലപ്പം അവരുടെ മനസ്സിൽ വരാത്ത കാര്യം, പക്ഷെ നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കോച്ചസിന്റെ അടുത്ത് പോയി പറയാം, സാറേ ഇത് എനിക്ക് സക്സസ് ആണ്, ഔട്ട്സൈഡ് ദ ബോക്സ് ആണെങ്കിലും എനിക്ക് ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഒരു നല്ല ഫീലാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ അത് പറയുന്നത് ഒരു തെറ്റുമില്ല. ഓക്കെ, സോ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്കിങ് വളരെ ആവശ്യമാണ് നിങ്ങൾക്ക് സക്സസ് എത്തണമെങ്കിൽ. ഓക്കെ, കുറച്ച് ക്രൈസിനെസ് ഉണ്ടാവണം. അത് കൂടിപ്പോകരുത്. കൂടിപ്പോകുമ്പോഴാണ് നമ്മളെ ചിലപ്പം വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കും. പക്ഷെ ആവശ്യത്തിന് കുറച്ച് ക്രൈസിനെസ് ഉണ്ടാവണം. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ബിലീവ് ഇൻ ദ അൺബിലീവബിൾ. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ചിലപ്പം വിശ്വസിക്കത്തില്ലായിരിക്കും. അവർക്കല്ല വിശ്വാസം വേണ്ട, നമുക്കാണ് വിശ്വാസം വേണ്ട നമ്മൾ എവിടെ എത്തുമെന്നുള്ളത്. സോ ബിലീവ് ഇൻ ദ അൺബിലീവബിൾ. ഓക്കെ, അതൊരു കോട്ടുണ്ട്, ക്രേസി തോട്ട്സ് ലീഡ്സ് ടു ന്യൂ ഇന്നോവേഷൻസ്. നമ്മൾ എന്ത് പുതിയ കാര്യം കണ്ടുപിടിക്കാൻ പോകുമ്പോഴും ചിലപ്പോൾ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും ആ ഇന്നോവേഷനിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ക്രേസിനെസ് ആവശ്യമാണ് നമുക്ക് സക്സീഡ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അടുത്ത ഇതിലേക്ക് തീരാറായി. നെക്സ്റ്റ് 10 മിനിറ്റ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തേണ്ടത് റിസ്ക് മാനേജ്മെന്റ്. നമുക്ക് റിസ്ക് എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്, എന്തൊക്കെ കടമ്പകളായിരിക്കും നമ്മുടെ മുമ്പിൽ വരാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള കടമ്പകൾ നമുക്ക് ചിന്തിച്ച് അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അറ്റ് സം സ്റ്റേജ്. ഓക്കെ, ഒന്ന് നമ്മള് എന്തൊക്കെയാണെന്ന് ആലോചിച്ചാൽ, ഒന്ന് സെലക്ഷൻ. ഓക്കെ, നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പെർഫോമും ചെയ്യുന്നുണ്ടാവും, സെലക്ഷൻ കിട്ടുന്നില്ല, അങ്ങനെ പല അവസ്ഥകളും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മള് പെർഫോമൻസ് നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. ആ ഗോൾ സെറ്റിങ്ങിൽ ആ പെർഫോമൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ സെലക്ഷൻ 99% സെലക്ഷൻ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ നമ്മുടെ ടാർഗറ്റ്സ് നമ്മൾ അച്ചീവ് ചെയ്യാതെയാണ് സെലക്ഷൻ ചോദിക്കുന്നെങ്കിൽ പിന്നെ അത് എക്സ്ക്യൂസസ് ആണ്. പക്ഷെ എന്നാലും സെലക്ഷൻ ചിലപ്പം നമ്മുടെ കയ്യിലല്ല, അതുകൊണ്ട് അതൊരു ഹിൻഡ്രൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും നെക്സ്റ്റ് ടൈമിലേക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, സോ അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇനിയും തീവ്രതയായിട്ട് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, സെക്കൻഡ് ഒരു കാര്യം നമുക്ക് റിസ്ക് ആയിട്ട് വരുന്ന ഇഞ്ചുറി ആണ്. ഇഞ്ചുറി ഇഷ്യൂസ് വളരെയധികം ഉണ്ട്. അതും
ഇഞ്ചുറീസും ഒരുപാട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിവെൻഷൻ ഇസ് ദ ബെസ്റ്റ് ക്യൂർ എന്നാണ് പറയുന്നത്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇഞ്ചുറീസ്. അപ്പൊ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് നേരത്തെ ഇഞ്ചുറി മാനേജ്മെന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അതിൽ കൂടുതൽ വർക്ക് ചെയ്യണം, ടെക്നീക്ക് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇഞ്ചുറി ഒരു സ്റ്റേജിൽ എന്തായാലും വരും. നമ്മൾ കൂടുതൽ നമ്മുടെ ബോഡിയെ പ്രഷർ ഇടുമ്പോൾ ഇഞ്ചുറി വരും. ഓക്കെ, അപ്പൊ അതിനും നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. ഇഞ്ചുറി വരുമ്പം കൂടുതൽ സ്ട്രോങ് ആവേണ്ട മൈൻഡിലാണ് ദാൻ ദ ബോഡി. കേട്ടാ, അപ്പൊ ബോഡി ഫിറ്റ് ആണെങ്കിൽ ഇഞ്ചുറിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റും. ഓക്കെ, സോ ഇഞ്ചുറി പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. സിക്നസ്, അസുഖങ്ങൾ വരുമ്പോഴും നമ്മുടെ സീസണുകളൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരേണ്ട ആവശ്യമാണ്. ഓക്കെ, അടുത്ത ഫിനാൻഷ്യൽ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ഒരു തടസ്സമാവാൻ പാടില്ല. അപ്പൊ ഫിനാൻഷ്യലും നമുക്ക് പ്ലാനിങ് ചെയ്യേണ്ട ആവശ്യമാണ്. ആൾക്കാരുടെ അടുത്ത് സഹായം ചോദിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഫിനാൻഷ്യലും നമ്മൾ പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, നേരത്തെ ഫിനാൻസ് ടച്ച് ചെയ്താണ്. ഫിനാൻസ് വരുമ്പോഴും കയ്യിൽ വരുമ്പോഴും അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയേണ്ടതും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഫാമിലിയിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും, ഫാമിലി സ്ട്രഗിൾസ് ഉണ്ടാവും, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവണം. കൗൺസിലിംഗ് നമുക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. കൗൺസിലിംഗ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് നേടേണ്ട വളരെ ആവശ്യമാണ് കേട്ടാ. അതില് ഒരിക്കലും നമ്മളൊരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ. നമ്മളെല്ലാവരും ദുഃഖത്തിലും വിഷമങ്ങളിലും എല്ലാം പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് സപ്പോർട്ട് എപ്പോഴും ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഇഷ്യൂസ് വരുമ്പം കൗൺസിലിങ്ങും ബാക്കിയുള്ളവർക്ക് സംസാരിക്കുകയും എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൊക്കെ. സോ കൗൺസിലേഴ്സും നമ്മൾ KCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സെഷൻ മെന്റൽ ഹെൽത്തിന്റെ ഒരു സെഷനാണ്. സ്റ്റെഫി എന്ന് പറഞ്ഞ മാഡമാണ് എടുക്കുന്നത്. അപ്പം അതുപോലത്തെ ഒക്കെ സ്റ്റെഫിയെ പോലെ ആൾക്കാരുടെയൊക്കെ ഹെൽപ്പും സഹകരണമൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ എനി പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പോയി സംസാരിച്ച് അതിനൊരു പരിഹാരം കാണാൻ കഴിയും. ഓക്കെ, പിന്നെ വെതർ ഇഷ്യൂസും നമ്മുടെ കയ്യിലില്ല. വെതറും ഇതുപോലത്തെ ഈ കലാമിറ്റീസ് വരും, കൊറോണ പോലത്തെ കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് ഒരു പ്ലാനിങ്ങും ഒരു നല്ല ഒരു മൈൻഡ്, ഒരു ക്ലാരിറ്റി ഉള്ള മൈൻഡ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ വളരെ ക്രിക്കറ്റ് ഒരു അൺസർട്ടനിറ്റി ഉള്ള ഗെയിമാണ്. ക്രിക്കറ്റിൽ നമുക്ക് ഒന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ മൈൽ സ്റ്റോൺസ് എഴുതാൻ പറഞ്ഞു. പക്ഷെ ആ മൈൽ സ്റ്റോണിൽ തന്നെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ എത്തണമെന്നൊന്നും ഇല്ല. ചിലപ്പം എത്താതെയും വരും. എത്താതെ വന്നാൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് പിടിക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഓക്കെ, അതൊരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതെപ്പോഴും നമ്മൾ റെഡി ആവണം. ക്രിക്കറ്റ്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അവിടെയാണ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് എപ്പോഴും ഒരു ഓൾട്ടർനേറ്റ് കാരിയർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം നമ്മൾ കളിക്കുമ്പോൾ. ഫുൾ ക്രിക്കറ്റിനെ ആശ്രയിച്ച് നമുക്കൊരു പ്രൊഫഷണൽ ക്രിക്കറ്റ് എത്തുന്നവരെ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് വരെ എത്തുന്നവരെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഒരു ഓൾട്ടർനേറ്റ് കാരിയർ നമ്മുടെ കയ്യിൽ വേണം ക്രിക്കറ്റ് കളിക്കുമ്പോൾ. ആസ് എ അമച്ചർ ക്രിക്കറ്റർ കേട്ടാ, നമ്മള് രഞ്ജി ട്രോഫി 5-6 വർഷം കളിച്ച് 10 വർഷം കളിച്ച് ഓക്കെ നിങ്ങളുടെ ലൈഫ് സെറ്റിലായി എന്നൊക്കെ വിചാരിക്കുമ്പം ആണ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. അതുവരെ എപ്പോഴും ഒരു ഓൾട്ടർനേറ്റ് കാരിയർ നമ്മുടെ ഉണ്ടാവണം. IPL ഒക്കെ കളിച്ചു, ഇന്ത്യൻ ടീമിൽ വന്നു, ഓക്കെ, അതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആവുന്ന ഒരു സ്റ്റേജ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു സ്കിൽ ലെവൽസ് നമ്മുടെ കയ്യിൽ വേണം. ഒരു കരിയർ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ മുന്നോട്ടുള്ള സോ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ലൈഡ്സും തീർന്നു. ഒരു കാര്യമുള്ളത് പറയാനുള്ളത്, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മുടെ കരിയറിന് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. വേറെ ആരും റെസ്പോൺസിബിൾ അല്ല. ഇതെല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് വി ആർ റെസ്പോൺസിബിൾ.
Okay, so only we can make the difference. Okay, അതെപ്പോഴും അവസാനം നമ്മൾ തന്നെയാണ് നമ്മുടെ കരിയറിന് റെസ്പോൺസിബിൾ. അവസാനം എല്ലാം കഴിയുമ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കുന്നത് നമ്മളോട് തന്നെ ആയിരിക്കും. സോ ഓൾവേസ് വി ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നല്ല ദിവസങ്ങളും ചീത്ത ദിവസങ്ങളും ഉണ്ടാവും നമ്മുടെ കരിയറിൽ. ഓക്കെ, പക്ഷെ അതെല്ലാം നമ്മൾ മറികടന്ന് നമ്മൾ ആ സക്സസിലേക്ക് എത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ സമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി വേണം. ചെയ്യുന്ന കാര്യത്തിലെല്ലാം കൺസിസ്റ്റൻസി വേണം. ഒരു പെർഫെക്ഷൻ നമ്മൾ എത്താൻ നോക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നമ്മളെ ബെസ്റ്റ് ആവാൻ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ബെസ്റ്റ് ആവാനായിട്ടുള്ള ഒരു മനസ്ഥിതി, ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം എപ്പോഴും. ഡിസയർ ടു ബി ദ ബെസ്റ്റ്. ഓക്കെ, പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. സ്മാർട്ടായിട്ട്, വെറുതെ എന്തെങ്കിലും ചെയ്തെന്ന് പറയുന്ന അല്ലാതെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, വർക്ക് ചെയ്യുമ്പോഴും ബാക്കിയുള്ളവരെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടേണ്ടതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ബാക്കിയുള്ളവരെ നിങ്ങൾ എൻകറേജ് ചെയ്ത് കൺഗ്രാജുലേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിലും നിങ്ങൾ എന്തൊക്കെ പറയുന്നു ചെയ്യുന്ന കാര്യത്തിനും തമ്മിലുള്ള ഗ്യാപ്പ്, ഓക്കെ, പറയുന്ന കാര്യവും ചെയ്യുന്ന കാര്യത്തിലുള്ള ഗ്യാപ്പ് കുറയും തോറും നിങ്ങൾ സക്സസിലേക്ക് എത്തും. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. അവസാനം ചോദിക്കേണ്ട ചോദ്യം, നിങ്ങളത് എല്ലായിടത്തും ചോദിക്കേണ്ട ചോദ്യം, നിങ്ങൾ ചിലപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കളിച്ചെന്ന് വരും. ഓക്കെ, ഇന്ത്യൻ ടീമിനെ റെപ്രസെന്റ് ചെയ്തെന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾ ആ തെരഞ്ഞെടുത്ത ലക്ഷ്യം നിങ്ങൾ എത്തിയെന്ന് വരും. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ആ പർപ്പസ്, നിങ്ങൾ കളിച്ചതിന്റെ പർപ്പസ് ഫുൾഫിൽ ആയോ എന്നുള്ളൊരു ചോദ്യം അപ്പോഴും നിങ്ങളുടെ അകത്തുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ പർപ്പസ് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ വിൽ യു ഹാവ് ഫുൾഫിൽഡ് യുവർ പർപ്പസ്? നിങ്ങൾ ആ ഏറ്റവും മൗണ്ടന്റെ പീക്കിൽ എത്തി കഴിഞ്ഞെന്ന് വെച്ചോ. ഓക്കെ, അപ്പോഴും നിങ്ങളുടെ ക്രിക്കറ്റിംഗ് ലൈഫില് നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് ഫുൾഫിൽ ആയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അപ്പോഴും വരും. സോ ആ പർപ്പസ് ഡിഫൈൻ ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ഈ സമയങ്ങളിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. നിങ്ങൾ ഒരുപാട് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഒരു നമുക്ക് ഈ കണ്ടന്റും ഈ മെറ്റീരിയലൊക്കെ തരാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, അഡ്വൈസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളാണ് ഇതിനുള്ള ഉത്തരങ്ങൾ കാണേണ്ടത്. നിങ്ങളാണ് ഡിസിഷൻ മേക്കേഴ്സ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ കരിയേഴ്സ്. സോ start working, start thinking and writing down things. ഓക്കെ, നമ്മൾ ഗോൾ സെറ്റിംഗിന്റെ അസൈൻമെന്റ് നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ കൂടെ നിങ്ങളുടെ സക്സസ് എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യങ്ങളും വ്യക്തത കൊണ്ടുവരേണ്ട വളരെ ആവശ്യമാണ്. ഓക്കെ, ഇൻ യുവർ ക്രിക്കറ്റിംഗ് കരിയർ. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. സോ വിൽ ഓൾ മീറ്റ് നെക്സ്റ്റ് Wednesday. Okay, Wednesday. So use this time. നല്ലതായിട്ട് ഈ ടൈം നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, ആലോചിക്കൂ. നിങ്ങളുടെ സ്റ്റാർട്ട് തിങ്കിങ് പ്രോസസ്സ് നിങ്ങൾ നല്ലതായിട്ട് നിങ്ങൾ ആലോചിച്ച് തുടങ്ങണം. ഓക്കെ, എന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ. നമ്മൾ ഇത്ര എഫേർട്ടൊക്കെ ഇടുന്നതിലുള്ള പ്രയോജനം അപ്പോഴേ ഉള്ളൂ. സോ താങ്ക് യു എവരിബഡി. താങ്ക് യു കോച്ചസ്. Give your feedback also. Please give your feedback how it was. നിങ്ങൾക്ക് നഷ്ടമായ സ്ലൈഡുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, so you'll have a better idea. Okay, thank you so much everybody. Coaches എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മദർ, ബിജു, anyone, ജിതിൻ, any coaches anything ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടാ.
ടിൻഷോട്ടോ വളരെ കേൾക്കാമോ? ആമേ ഓഡിബിൾ? കേൾക്കാം മസൂറെ, പറഞ്ഞോ, കേൾക്കാം. വളരെ വളരെ നല്ല സെഷൻ ആയിരുന്നു ടിൻഷോട്ടോ. ഇറ്റ്സ് വെരി പ്രൊഡക്റ്റീവ്. ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോയി. എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ടിൻചേട്ടൻ സെഷന്റെ സ്റ്റാർട്ടിൽ തന്നെ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മറന്നുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോഴാണ് നമ്മൾ എഴുതി വെക്കുന്നതിന്റെ ഒരു പ്രാധാന്യം അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നടന്ന ക്ലാസിന്റെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ വരും ദിവസങ്ങളിൽ നിങ്ങളെ ക്രിക്കറ്റിംഗ് ലൈഫിലായി കഴിഞ്ഞാലും ശരി, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലായി കഴിഞ്ഞാലും ശരി, വെറും ക്രിക്കറ്റ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നില്ല ടിൻചേട്ടൻ പറഞ്ഞത്. നമ്മളെ ലൈഫിൽ തന്നെ നമ്മളെ സക്സസിലേക്ക് നയിക്കുന്ന ഒരുപാട് റോഡ് മാപ്പിനെ കുറിച്ചിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് സെഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മസർ. സോ നമുക്ക് ഇവിടെ പിരിയാം. സോ see you all on Wednesday. Okay, Wednesday same time. Thank you.